സ്ത്രീ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഞങ്ങളൊരു വീഡിയോയ്ക്ക് ഇട്ടത്. നിങ്ങൾ സ്ത്രീ അല്ല, നിങ്ങൾ സ്ത്രീ എന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ ഏതോ ജന്മവാ. ചൈൽഡ് പ്രൊട്ടക്ഷനിൽ പരാതി എടുക്കും, പൊന്നു മോളെ സെക്കൻഡിനകം നിന്നെ പിടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഒന്ന് തിരക്കി നോക്കുക അങ്ങനെയുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സപ്പോർട്ടായിട്ട് 1-2 പേരോ വരാൻ സാധ്യത കാണുമല്ലോ. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഒത്തിരി പേര് കാണുമല്ലോ. അങ്ങനെ ഇടുന്നവർക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ വീട്ടിലുള്ള നമ്മളെ കുഞ്ഞിനോടാണെങ്കിൽ ഒരാളിങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിക്കണം ആദ്യം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനലിൽ കുറച്ച് മുന്നേ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്, ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് അനാമിക വന്നിരുന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം കേട്ട സമയത്ത് ചിരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മുടെ റാണിയക്ക തിരിച്ചു വന്നിരിക്കുന്നു. എവിടെയായിരുന്നു റാണിയക്ക? ഈ ഗോപ്രോ മച്ചാനെ, ഈ ഒന്നുമല്ലാതിരുന്ന ഗോപ്രോ മച്ചാനെ വെറും തുക്കട വീഡിയോസ് മാത്രം ചെയ്ത് എല്ലാവരുടെയും കണ്ണിൽ കരടായി മാറിയിരുന്ന ഗോപ്രോ മച്ചാനെ ഗോപുര മച്ചാനാക്കി മാറ്റിയ എൻ്റെ സ്വന്തം, നമ്മുടെ സ്വന്തം റാണിയക്ക നിങ്ങളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു രീതിയിൽ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും എന്നുള്ളത് നിരീക്ഷിച്ചിരിക്കണോ? നമ്മളിതേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ആ ഒരു തൊഴിൽ നിർത്താൻ പറ്റുമോ അല്ലേ? അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള പാവം, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ആളെ എത്രയും മനസ്സിലായില്ല എന്ന് വിചാരിക്കണു. അനാമിക വിഷ്ണു വീഡിയോ കാണുന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആളെ അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. 10 തലയും 10 വിരലും ആ വിരലുകൾക്കിടയിൽ മൊബൈൽ വെച്ച് കീപാഡിലൂടെ അമ്മാനമാടുന്ന 24 വിരലുള്ള രാവണനാണ്. ക്ഷമിക്കണം അങ്ങനെ ചിരിക്കുന്നതിന്. ഈ അനാമിക വിഷ്ണു അവരുടെ ചാനലിൽ അവരുടെ കുട്ടിയുടെ ഏതോ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ആസ്ഥാന കവയത്രി ഓഫ് ദി യൂട്യൂബ് ഓഫ് ദി വ്ളോഗ് EMA പോയി അതിലെന്തോ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ചിരിക്കുന്നത് വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പഴയ കണക്ക് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്. ജസ്റ്റ് യൂട്യൂബ് കയറിയിട്ട് റാണി പി സദാശിവം എന്നടിച്ചാൽ, അങ്ങനെ നിങ്ങൾ അടിച്ചാൽ നിങ്ങൾ എത്തുന്നത് VR in Love എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലായിരിക്കും. അവിടുന്ന് നിങ്ങൾ ദീപ്തി സീതത്തോടിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ഞാൻ അവരുടെ പേര് മറന്നല്ലോ ഭഗവാനെ, ഡാനീസ് ഡേയ്സ് അല്ലേ, അതല്ല അവരുടെ പേര്, ഡാനീസ് ഡേയ്സ്. അവരുടെ വീഡിയോസ് ഇപ്പോൾ കാണാറില്ലല്ലോ അല്ലേ, എനിക്ക് എൻ്റെ ഫീൽഡിൽ വരാറില്ല. ഇങ്ങനെ പല ആൾക്കാരുടെയും പല മുഖങ്ങളും നിങ്ങൾ കണ്ടുമുട്ടും. അവരനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ കമൻറ്റ് എഴുതുന്നവരിൽ ISI മുദ്രയുള്ള ഒരു അക്കയാണ്. എന്നെ അവർ ഗോപുരമച്ചാൻ എന്ന് വിളിച്ചിരുന്നു. ഞാൻ ആ വിളി ഒരിക്കലും മറക്കില്ല. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ എവിടെയാണോ എന്തോ, സത്യം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. കാരണം ചില ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്യും. എൻ്റെ പഴയ വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോപ്രോ മച്ചാനെ ഒരു ഗോപുരമച്ചാൻ ആക്കി മാറ്റിയിട്ടുള്ള നമ്മുടെ സ്വന്തം റാണിയക്ക ഈസ് ബാക്ക്. റാണിയക്ക ഇത്തവണ ഫുൾ പവറിലാണ്. കാരണം എന്താ വെച്ചാൽ റാണിയക്ക ആ ഒരു കുലത്തൊഴിൽ അവർ മറന്നിട്ടില്ല, അവരിപ്പോഴും റെഡിയാണ്. പിന്നെ ഈ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടിയിൽ ചെന്നിരുന്നിട്ടും വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ എഴുതുന്നൊരു സ്ത്രീയാണ്. ഇവരെ ആദ്യം VR in Love എന്ന് പറഞ്ഞിട്ടുള്ള അമൽ അവർ പൊക്കി, അവർ തിരഞ്ഞിരുന്നു. അതിന് മുന്നേ ദീപ്തി സീതത്തോട് ഞങ്ങളിങ്ങനെയൊക്കെയാണ് അവർ തിരഞ്ഞിരുന്നു. പിന്നെ ഡാനീസ് ഡേയ്സിൽ അവർക്ക് കുട്ടിക്ക് 7 മാസമായ സമയത്ത് വളരെ മോശമായിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ട് ആ സ്ത്രീ ഒരുപാട് വന്നിരുന്നുണ്ട്. അവരുടെ വൈഫിൽ ഒരുപാട് വന്നിരുന്നിട്ട് ആ അമ്മ വന്നിരുന്ന് കരയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടി അറുതി വരുത്തിയിട്ടാണ് VR in Love അമൽ റാണി പി സദാശിവം എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ അവർക്ക് മനസ്സിലാവും. ഞാൻ അവർ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വരെ പ്രതീക്ഷിച്ചു. കാരണം വെച്ചാൽ അത്രയധികം വിളയാട്ടമായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു രോമാഞ്ചമായിരുന്നു റാണിയക്ക. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം എവിടെയാണ് നിങ്ങൾ? എന്തായാലും അടിപൊളി. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിരുന്നു. ഈ കമൻറ്റുകളും തിരഞ്ഞു പോയി ലാസ്റ്റ് ഒരു പലചരക്ക് കടയിൽ എന്തൊക്കെയോ സാധനം എടുത്തു കൊടുക്കുന്ന ആ ഒരു പഴയ റാണിയൊക്കെ മറന്നിട്ടില്ലല്ലോ കൂട്ടുകാരെ അല്ലേ? ഇത് കണ്ടവർക്ക് അതൊന്നും അനാമിക വിഷ്ണുവിന് അറിയില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അവരുടെ വീഡിയോൻ്റെ അടിയിൽ EMA പോയി കമൻ്റ് ഇട്ടിരിക്കണു. അത് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. പക്ഷേ അനാമികയോട് വീഡിയോ കാണുകയാണെങ്കിൽ ഇത്രേ പറയാനുള്ളൂ, അത് വല്ലാത്തൊരു ജന്മമാണ്. നിങ്ങൾ വിചാരിക്കുന്നൊരു വ്യക്തിയല്ല, ഇതൊരു പ്രസ്ഥാനമാണ്. സത്യം പറഞ്ഞാൽ
ഇത് എന്ത് കാണിച്ചാലും മാറും എന്ന് തോന്നുന്നില്ല. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പോലീസുകാരടക്കം അവർക്ക് വാൺ ചെയ്താണ്, എന്നിട്ടും അവർ തുടർന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു അനുഭവം, നമുക്ക് ചില അനുഭവങ്ങളുണ്ടല്ലോ, എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ വീഡിയോയുടെ ഇടയിൽ വന്നിട്ട് വളരെ നല്ല നല്ല കമൻസ് ഇടുമായിരുന്നു. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഒരുപാട് എക്സ്പോസ് ചെയ്തിരുന്നു. ആ എക്സ്പോസ് ചെയ്തിട്ട് പോലും എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ പിന്നെ വന്നിട്ട് ഈ ബിഗ് ബോസിൻ്റെ വീഡിയോ കാണുന്ന സമയത്തൊക്കെ, പണ്ടൊക്കെ ബിഗ് ബോസ് ആണെന്ന് അറിയില്ലേക്ക്, ആ സമയത്തൊക്കെ നല്ല കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ ഭഗവാനെ ഇവർക്ക് എന്താ, ഇവരെ സത്യം പറഞ്ഞാൽ അതല്ല വേറെ വിറ്റ് അതാണ് പറഞ്ഞത്. ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിരിക്കണേ, മച്ചാനെ നിങ്ങൾ മെലിഞ്ഞല്ലോ, ജിമ്മിൽ പോകുന്നുണ്ടോ എന്ന് ഒരു കമൻറ്റ് തപ്പിത്തന്നെ കണ്ടുപിടിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ എഴുതി വിട്ടിക്കണു എന്തേ കൂടെ പോകാനാണോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗോപുരമച്ചാനെ ആൾക്കാർ മറന്നിട്ടില്ലായിരിക്കാം. എന്താണെങ്കിലും അനാമികയുടെ വീഡിയോ കാണാം, വളരെ സാഡ് മൊമെൻ്റ് ആണ്. കാരണം വെച്ചാൽ അവർക്ക് ഒരു പക്ഷേ അവർ ഇങ്ങനത്തെ ഒരു സംഗതി ഒന്നും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരുപാട് പേര് പറയും ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫാമിലി വ്ളോഗേഴ്സൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇതിൽ കാണിക്കുന്ന സമയത്ത് പൊതുജനം പലവിധം അത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കമൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, സത്യം തന്നെയാണ്, റൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ കമൻറ്റുകൾക്കൊരു മാന്യത വെച്ച് പുലർത്തണം. അത് പുലർത്തും എന്ന് പലരും നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ അതൊന്നല്ല. പൊതുജനം വളരെ മാനസികമായിട്ട് വൈകല്യമുള്ള ഒരുപാട് പേര് ഉണ്ട് ഇതിനിടയിൽ. എന്തായാലും എന്താണ് അനാമികയുടെ വീഡിയോ നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. പിഴച്ച് നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക ടിപ്പിക്കൽ റാണിയക്ക സ്റ്റൈൽ. യെസ്, ടിപ്പിക്കൽ റാണി പി സദാശിവം സ്റ്റൈൽ. ഞാൻ ഇവരെ ബിഗ് ബോസിൽ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞ് വെറുതെ, കാരണം അത്രയധികം കോൺട്രവേഴ്സി അവരുണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യനൊരു ഏറ്റവും കണക്കിന് കൊള്ളുന്ന രീതിയിൽ ഇതൊന്നും അല്ല, ഇതിലേറെ ഭയങ്കര എഴുത്താണ് ഇവരുടെ. കേൾക്കാം. ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ള ഇട്ട മെസ്സേജാണ്. അവരെ പെണ്ണുപിള്ളയെ നല്ല വിളിക്കേണ്ട, അതിനപ്പുറമാണ് വിളിക്കേണ്ടത്. പക്ഷേ ഒത്തിരി പ്രായത്തിന് ഈ അനാമിക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ റാണി പി സദാശിവം എന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അവരെ വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഞങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ഈ വിഷയം വന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റാണി പി സദാശിവത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുവിധം എല്ലാവരും അവരുടെയൊക്കെ മെയിൻ അന്നദാതാവായിരുന്നു അക്ക തിരിച്ചു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെയൊക്കെ തന്നെ വേണം അവളെ നമുക്കൊക്കെ അല്ലേ. മറ്റേ കഥ പറയുമ്പോൾ തന്നെ സിനിമയിൽ മമ്മൂക്ക പറഞ്ഞൊരു ഡയലോഗ്, അവൻ കടുക്കൻ വിറ്റിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു. നിന്റെ അത്ര തഴം താഴ്ന്നവളല്ലാത്തോണ്ട് ഞാനത് വിളിക്കുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഇട്ട ഈ കമന്റിന് എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറിഞ്ഞു. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും. ചെറിയ കുട്ടീനൊക്കെ അല്ലേ, ചെറിയ കുട്ടീനെ അവർ പറഞ്ഞിട്ടുണ്ടോ, അവർക്ക് ദീപ്തി സീതത്തോടനൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പണി കൊടുക്കണം. ഇതിന് പിഴച്ചു നടന്നതിൻ്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് കുറച്ച് മാന്യത കാണിക്കുക. അമ്മച്ചി ആയല്ലോ, ദൈവത്തെ വിളിക്കുക, നാട്ടുകാരെ ദുഷിക്കുന്ന നേരം മള്ളൂർ ദേവ് സെൻറ്റർ ഒരു കമൻറ്റ് കൊടുത്തതിന് അതിനും പോടാ ചെറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് സ്ത്രീ അല്ലേ. ഞാൻ ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. പക്ഷേ പുതിയ ആൾക്കാരാരെങ്കിലും ചാനലിൽ വന്നിട്ട് വിഷയം എന്താണെന്ന് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒരുപാട് പറഞ്ഞതാണ്. ഞാൻ അടക്കുന്ന ഉള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും പ്രത്യേകിച്ച് ഇവർ പലചരക്ക് കടയിൽ പോയിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് എന്താ വിഷയം അറിയാത്തവർ കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്നെ അറിയാവുന്നവരോ ഈ ഒരു വീഡിയോ കാണണം, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഭർത്താവ് ഇവരുടെ ആർമിയിലാണെന്ന് എന്തൊക്കെയാണ് പറയുന്നത്. ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടിയൊക്കെ അന്ന് വീട്ടിൽ പോയ സമയത്ത്, അമല് വീട്ടിൽ പോയി കണ്ട സമയത്ത് ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ ഇത് അവരെ പോയിട്ട് ഒരു പലചരക്കടയിൽ പോയി കാണുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ എന്തോരു അഹങ്കാരം ആയി കൊച്ചിന്, അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുണ്ട്, ആ ജനിച്ച കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് അതെന്ന് പറഞ്ഞ് കമൻ്റ് ഇടാൻ. പിന്നെ എടി റാണി പി സദാശിവൻ എന്ന് പറയുന്ന ആൻറ്റി, എൻ്റെ പുന്നാര ആൻറ്റി, ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമൻറ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. നിൻ്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിൻ്റെ അത് തന്നെയാണ് ഞാനിപ്പോൾ അന്തസ്സായിട്ട് എൻ്റെ കെട്ടിയവനൊപ്പത്ത് എൻ്റെ കൊച്ചും എൻ്റെ കെട്ടിയവൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ ഇത് നിൻ്റെ ലാസ്റ്റിലത്തെ വാണിങ്ങ ഒരു വട്ടവും കൂടെ ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ് എൻ്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ പൊന്നുമോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും. പിന്നെ നീ അകത്ത് പോയി കിടക്കും. നിനക്ക് ആ വക് പറഞ്ഞുകൂടാത്തോണ്ടാ നിന്നെ.
എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കണം. കാരണം എന്താ അറിയോ, ഒരു സമയത്ത് ഇവർ ഒരുവിധം എല്ലാവരെയും ഉറക്കം കെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ ഈ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ദീപ്തിയുടെ ഒരു കമൻ്റ് ഉണ്ട്, റാണിയക്ക എന്ന് പറഞ്ഞിട്ടൊരു ചിരിച്ചിട്ടുണ്ട്. കാരണം അതൊരു പ്രസ്ഥാനമാണ്. ഭഗവാനെ, ആ സമയത്ത് അയ്യോ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും അന്നദാതാവായിരുന്നു. സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി എന്ത് വേണോ ചെയ്യും. കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിരിയാണ് നീ ഇമ്മാതിരി ഭാഷ ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അത് തെറ്റാണ്. മാളു, ദേവു, ലത എന്ന് പറയുന്നവരെല്ലാവരും വന്ന് അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവള് മാളു ദേവു എന്ന് പറയുന്ന ആൾക്ക് ചീത്ത വിളിച്ചേക്കുന്നത്. എടി കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ടോടി, നിനക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഉള്ള കുശുമ്പും കുഞ്ഞായ്മയാണ് നീ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിന് കമൻറ്റ് ചെയ്ത് നന്നായിട്ട് മനസ്സിലായി. അയ്യോ, ഇവരങ്ങനെയല്ല. ഇവർക്ക് എന്താ അറിയോ, ഇവരെ ചില കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പഴയതൊന്നും റീകോൾ ചെയ്യുന്നില്ല, റീകളക്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്താ അറിയോ, അവരുടെ ചില കമൻസ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൊള്ളും. ഇപ്പോൾ ഇവരുടെ കേസിലാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഇവർ കൊള്ളിച്ചിട്ടാണല്ലോ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോവും. ഇപ്പോൾ തെറി പറയുന്ന പോലെയല്ല, ഇവർ സപ്പോർട്ടായിട്ടൊരു ഗ്യാങ്ങും ഉണ്ട് കേട്ടോ. എനിക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ പിന്നെയും പോട്ട് നോക്കി. ഇത്തിരി ജനിച്ച കൊച്ചിൻ്റെ അടുക്ക അങ്ങനെ ഇങ്ങനെയും പറയാം. നീ എത്രത്തോളം മര്യാദയുണ്ട് നിനക്ക്, എത്രത്തോളം താഴം നീ ഒരു സ്ത്രീയാണോ, നീ ഒരു പെണ്ണാണോ? എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്രയോ അമ്മമാർ കൊല്ലുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് 4 പേര് അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കുന്നത്. അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാഞ്ഞിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരെ മൊത്തം എല്ലാം. ഞാൻ ചിരി വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോട്ടോ കാണുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരികയാണേ. പ്രത്യേകിച്ച് ആ പലചരക്കുകളുടെ സീൻ മറക്കാൻ പറ്റില്ല. സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ എല്ലാവരെയും കണ്ണുകടിച്ചോണ്ട് നടക്കുമല്ല ഞാൻ. മനസ്സിലായോ? ഇത്രയും ഞാൻ ഇതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം സങ്കടം വന്നു. കാരണം ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞാൻ നേരത്തെ ജീവിച്ചേക്കാളും ഒത്തിരി ആ സങ്കടപ്പെട്ട 100 ഇരട്ടി ഞാനിപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് അമ്മേൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയും ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ചോരയിലുള്ള എൻ്റെ കൊച്ച്. ആ കൊച്ചിനെ ഇമാതിരി സംസാരിക്കുമ്പം ഇത്രയൊക്കെ മര്യാദയെ ഞാൻ തന്നു, ഇത്രയെങ്കിലും മര്യാദ ഞാൻ തന്നു. ഇതിനപ്പുറം എനിക്ക് പറയാറുണ്ട്. പിന്നെ ആൻറ്റി ഇതിനപ്പുറം പറഞ്ഞിട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർക്ക് ഇതൊന്നൊരു ഇതല്ല, ഒരു വിഷയമല്ല അവർക്ക്. ഇവരൊന്നും അല്ല വിളിക്കേണ്ടത്, വേറെ ഭാഷയാണ് വിളിക്കേണ്ടത്. പക്ഷേ നീ എൻ്റെ ഒത്തിരി പ്രായത്തിന് മൂത്തതായതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. ഞാൻ അവരെ പ്രൊഫൈൽ കാണിച്ചു തരാം. അവർ അക്കൗണ്ട് ലോക്ക്ഡാണ് പ്രൊഫൈല്. പക്ഷേ ചെറുതായിട്ട് അതിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ സൈഡിൽ ആ ഫോട്ടോ കൊടുത്തേക്കാം. അപ്പം നീ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഒരു വട്ടവും കൂടെ പറയണേ, മേലാ ഇച്ചിരി എത്രയോ അമ്മയും അച്ഛന്മാരും ഉണ്ടെന്നറിയോ. ഓക്കെ, അവരിതൊക്കെ കാണാം, അവർ ഇനിയും കമൻ്റ് ഇടും. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടോളൂ, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ റാണി പി സദാശിവം എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു വീഡിയോ വരും. അതായത് വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീഡിയോ നോക്കിക്കോളൂ. ഇതാണ് ആ ഒരു വീഡിയോ. ഒറ്റ സെക്കൻഡ് ഇട്ടോ, അതൊന്ന് ഇതാണ് ആ സ്ത്രീ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ സ്ത്രീ. പണ്ട് വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവർ അമല് പോയി കണ്ടതാണ് ഈ സ്ത്രീനെ. രണ്ടു ദിവസമായേ ഉള്ളൂ. അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നത്. എന്തെല്ലാം വൃത്തിയുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞ? കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞ? കാഞ്ചാർ ആരാ ഉള്ളേ? ഇപ്പൊ ആരും ഇല്ല. ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ആണോ? അവര് പറഞ്ഞതാണോ എല്ലാം? യെസ്. ഇതിന് ശേഷം കേട്ടോ, ഇപ്പോൾ ഡാനീസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇവരുടെ മരുമോളെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡാനീസ് ഡേയ്സ്, സീക്രട്ട് ഏജൻറ്റ്, അനന്തു, ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്, സാത്താൻ, എല്ലാവരും ഒരുപാട് പേര് ഇവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല.
യെസ്, എന്നാലും എൻ്റെ ഗോപുരമച്ചാൻ്റെ റാണിയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പൂർവാധികം ശക്തിയോടുകൂടി താങ്കൾ മുന്നോട്ട് തന്നെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ അതിലേറെ കൂടുതൽ സന്തോഷം. കാരണം നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമ്മളെപ്പോലെ, പക്ഷെ കഷ്ടാട്ടോ ഈ ഞാൻ തമാശ രൂപത്തിൽ പറയുമെങ്കിലും കഷ്ടമാണ്. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരൊക്കെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ റാണി പി സദസ്യൻ. ഇവരൊരു വ്യക്തിയായിട്ട് കണക്കാക്കണ്ട. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഞാൻ അന്ന് ഇതൊക്കെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ക്ഷമിക്കണം. പക്ഷെ പുതുതായിട്ട് വന്ന ആൾക്കാരോട് പറയണം, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അതെന്ന് വെച്ചാൽ മനഃപൂർവ്വം ചില കമൻസ് അടിക്കും. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് എവിടെ തട്ടിയാലാണോ വിഷമം വരിക അത് ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഇത് മാത്രമല്ല, ഇവരിങ്ങനെ പറയും ഇവർ ഹസ്ബൻഡ് ആർമിയിലാണ്. ഇവരുടെ എഴുത്തൊക്കെ കണ്ട ഇവരെന്തോ വലിയ, ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാനങ്ങനെ താഴ്ത്തി പറയല്ല കേട്ടോ, ഇത് കണ്ടവർക്കറിയാം. ഈ പലചരക്കടയിൽ അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ആ വീടും ഇപ്പോൾ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നോക്കിയാൽ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. മാത്രമല്ല ഇവരെ പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അത് താക്കീത് കൊടുത്തിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കില്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ജാത്തിയാലുള്ള തൂത്താ പോവില്ല അങ്ങനെ എന്താ പറയില്ലേ, അതങ്ങനെ ഉണ്ടാവുള്ളൂ. ചില വ്യക്തികൾ ഒരിക്കലും ഇതാക്കില്ല. പക്ഷെ എന്നാലും അപ്പോഴും ഞാൻ പറയും, നമ്മുടെ ഗോപുരമച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ നാമധേയം എനിക്ക് സമ്മാനിച്ചിട്ടുള്ള എൻ്റെ സ്വന്തം, നമ്മുടെ സ്വന്തം, എൻ്റെ സ്വന്തം എന്ന് ഞാൻ പറയില്ല ഭഗവാനെ. ഇടയ്ക്ക് ഞാൻ ചോദിച്ചപ്പോഴും ആലോചിക്കുകയാണ്, മച്ചാൻ മെലിഞ്ഞല്ലോ, ഞാൻ കമൻറ്റേ മച്ചാൻ മെലിഞ്ഞല്ലോ, ജിമ്മിൽ പോകുന്നുണ്ടോ? അപ്പോൾ അതിന് മറുപടി ആയിട്ട് ആലോചിക്കുക, എന്താ അതേ ജിമ്മിൽ പോകാനാണെന്ന്. അത് ആ കമൻറ്റ് ഇട്ടാരെന്നറിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു സംഗതി അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, റാണിയൊക്കെ സ്റ്റിൽ ദെയർ ആൻഡ് തിരിച്ചു വന്നിരിക്കുന്നു. കാരണം നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കാണാമല്ലോ, ദിനോസറിൻ്റെ മുട്ട എല്ലാ ദിനോസറിനെയും കൊന്നു കഴിഞ്ഞിട്ട് ദിനോസറിനെ കൊന്നേ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷുകാർ സായിപ്പന്മാർ അമേരിക്കക്കാരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ അങ്ങകലെ പാലത്തിൻ്റെ അടിയിൽ മറ്റേ മൺകൂനകൾക്കിടയിൽ ഒരു മുട്ട മാത്രം ഇങ്ങനെ കിടന്ന് പറിക്കും. ആ മുട്ടാണ് പൊട്ടും. എന്നിട്ട് അതിനുള്ള അപ്പോൾ ഇതിനർത്ഥം വെച്ചാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം വരികയാണ് എന്നുള്ളൊരു സംഗതി. അതേപോലെയാണ് എല്ലാവരും ഇയമ്മ കൊല എന്താ പറയുക, വേട്ട നിർത്തി എന്ന് പറഞ്ഞ് വേട്ടക്കാരൻ, ഇതേത് സിനിമയുടെ എനിക്ക് മറന്നുപോയി, വേട്ട അവസാനിപ്പിച്ചു എന്ന് കരുതിയിട്ട് ഇന്ദ്രചേട്ടൻ്റെ ഫേമസ് ഡയലോഗാണ്. അത് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു. വേട്ട അവസാനിപ്പിച്ചു എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കണ ആ ഒരു സമയത്തുണ്ട് വേട്ടക്കാരൻ്റെ ഒരു വരവ്. യെസ് റാണിയക്ക, നിങ്ങൾക്ക് ഒരിക്കലും ഒരു അന്ത്യമില്ല, നിങ്ങൾ തുടരുക. ഇപ്രാവശ്യം ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് അതൊക്കെയാണ് കേട്ടോ. കുറച്ചും കൂടി നിങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ഒരു പടി മുകളിൽ പോയിട്ടുണ്ട്. പഴയ കേസല്ല കേട്ടോ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പോട്ടെ, മോളിക്ക് പോട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ അവരെ കമൻറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്ത് തരാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെന്നെക്കുറിച്ചും അവിഹിതം പറഞ്ഞുണ്ടാക്കും, അനാവശ്യം പറഞ്ഞുണ്ടാക്കും എന്നൊരു സാധനം ഇട്ടിരുന്നു. നിന്നെക്കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ. പിന്നെ മാത്രമല്ല എന്നെയും ദീപ്തി ടീച്ചറൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. വോട്ടെവർ, ടേക്ക് കെയർ റാണിയക്ക. ഇത്രേ പറയാനുള്ളൂ ഈ അനാമിക വിഷ്ണുവിനവരോട്. ഇതുപോലത്തെ ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷേ അതിൽ കിട്ടാവുന്ന വെച്ച് ഒരു ഏറ്റവും ബെസ്റ്റ് സ്പെസിമെനാണ് ഈ റാണിയക്ക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി റാണിയക്ക പറ്റുമെങ്കിൽ 2 കമൻറ്റ് ചെയ്യൂ, കാണട്ടെ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.